എട്ടടിയാ ഇപ്പൊ മനസ്സിലാവും. കിട്ടുന്നില്ല. ഞാന് എന്റെ വഴക്ക് വാട്സാപ്പിൽ കൂടാനാണ് ഞാൻ കിട്ടുന്നില്ല. വഴക്ക് കൂടാൻ വേണ്ടി വാട്സാപ്പില് കിട്ടണമെന്നല്ല പറഞ്ഞത്. കിട്ടിക്കഴിഞ്ഞ വാട്സാപ്പിൽ ഞാൻ ഈ ഇതിന്റെ ലൈവിന്റെ ലിങ്ക് എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ അപ്പൊ കുറച്ച് വ്യൂസ് കൂടും എന്ന് കരുതിയാണ്. പിന്നെ ബാക്ക് വലിഞ്ഞ്. അത് ഹായ്, നീ സാറ് കണ്ടിട്ടുണ്ട് എന്റെ പണി പോവാൻ. ഹായ് ഓ രാഹുൽ. ശരിയാണല്ലോ. ആ സാറപ്പ അല്ലെങ്കിൽ ഇപ്പൊ കാണുമല്ലോ. ഏയ് കാണാൻ സാധ്യതയില്ല. ഹായ് രാഹുൽ, എന്നെ എന്ത് ഒന്ന് ചെയ്യാണ്? എവിടെയാ? കൈമാർ വീട്ടിലാണോ? ഹായ്. പുറത്താണോ? വാട്ട് ഈസ് ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്? ലിങ്ക് ഓഫ് ദ ലിങ്ക്. ഏറ്റവും കൂടുതൽ ഏറ്റവും അനിയനായിട്ടാണ് കൂടുതൽ അടി. അവൻ അനിയനായിട്ടാണ് എന്ത്? അവനെന്റെ ഓക്കെ ഓക്കെ ഓക്കെ. നാത്തൂന്. വർക്കാണ്. ഓക്കെ ഓക്കെ. രാഹുൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ബാംഗ്ലൂർ ആണല്ലേ? ബാംഗ്ലൂർ. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യണം ബാംഗ്ലൂര്? തുന്നത്തോ തുന്നതു അതെന്തുവാ? ഏറ്റവും കൂടുതൽ അടി കൂടുന്നത് അനിയനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടോ? മാമൻ സൂപ്പർ. ഓക്കെ 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 ഓക്കെ. മാമൻ സൂപ്പർ മാർക്കറ്റ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് മാമൻ സൂപ്പർ മാർക്കറ്റാണെന്ന്. നാട്ടിലെവിടെയായിരുന്നു രാഹുൽ? മെസ്സേജ് മാറിപ്പോയി. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ വൈഫ് എന്ത് ചെയ്യുവാണ്? സോറി, സിസ്റ്റർ എന്ത് ചെയ്യുവാണ്? അമ്മൂസ സിസ്റ്റർ എന്ത് ചെയ്യാണ്? ചിന്നു. രാഹുൽ നാട്ടിലെവിടെയായിരുന്നു? രാഹുൽ ചെഗൂര വ്ളോഗ്സ്. എന്റെ FB നെയിം ചെഗു ഹാരിസ് എന്നാണ്. FB-യിലും ഇൻസ്റ്റയിലും എന്റെ പേര് ചെഗു ഹാരിസ് എന്നാണ്. ടെക്നീഷ്യൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല ബ്രോ, ഞാൻ ഈ ബാംഗ്ലൂർ വേണമെന്നുള്ള കാര്യം മാമൻ സുമാറുള്ള എന്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. കാരണം നമ്മുടെ ഓലക്കുടിൽ എന്ന് പറയുന്ന ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ട്. പുള്ളിക്കാരൻ ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് വന്നിരുന്ന വേറൊരു പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ 3 പേര് മൊത്തം ബാംഗ്ലൂർ ഉണ്ട്. അപ്പൊ അതിൽ എനിക്കിങ്ങനെ തമ്മിത്തൈ മാറിപ്പോയിക്കൊണ്ടിരിക്കുക എല്ലാവരുടെ. ഇപ്പൊ ഒരുപാട് പേര് കണ്ണൂർ പ്രദേശത്ത് ധർമ്മടം. ഓക്കെ ഓക്കെ. ധർമ്മടം നമ്മളെ മുഖ്യന്റെ സ്ഥലമല്ലേ ധർമ്മടം? അല്ലേ? പിണറായി വിജയന്റെ സ്ഥലമല്ലേ ധർമ്മടം? ചേട്ടാ നൈറ്റ് വരാം, അമ്പലത്തിൽ പോകുന്നത് വേങ്ങാമല. ഓക്കെ ഓക്കെ. പോയിക്കോളൂ. നൈറ്റ് കാണാം. നൈറ്റ് വരാൻ മറക്കരുത്. നൈറ്റ് വരണം. നൈറ്റ് ലൈവ് നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ ഓക്കെ. വിജയേട്ടന്റെ സ്ഥലം, വിജയേട്ടൻ വിജയിച്ച സ്ഥലം ധർമ്മടം. ധർമ്മട്ടം. അവിടെ ഓപ്പോസിറ്റ് നിന്നിരുന്ന മറ്റേ അവരൊക്കെ ഇല്ലായിരുന്നു നമ്മുടെ വാളയാറ് കേസിൽ മറ്റേ ആ കുട്ടികളുടെ അമ്മയൊക്കെ പിണറായി വിജയനെതിരെ അവിടെ മത്സരിച്ചല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 2-3 കൊല്ലമായിട്ട് പൊളിറ്റിക്സിൽ വലിയ ബന്ധമില്ല. പിണറായി ധർമ്മസ്ഥലന്റെ വീട് പിണറായി എന്ന സ്ഥലമുണ്ട്. അറിയാം, എനിക്കറിയാം. പിണറായി പാറപ്പുറം അല്ലേ? പാറപ്പുറം എന്നല്ലേ ആ സ്ഥലത്തിന്റെ പേര്? പിണറായി. അതെ, അത് ആ സമയത്ത് നമ്മൾ വിധി എഴുതി കഴിഞ്ഞാണല്ലോ. കാരണം വെച്ചാൽ കഴിഞ്ഞ ആദ്യ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പകുതിയായപ്പോൾ, അതായത് പ്രളയം, കൊറോണ ആ സ്റ്റേജിൽ ആ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ വിധി എഴുതി ഇനിയിപ്പോ തുടർ ഭരണം എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നിയില്ല കേട്ടോ. പിണറായി വരെ പിണറായി അല്ലേ പാറപ്പുറം? ഇത്തവണത്തെ കാര്യം ടൈറ്റ് അടിയാ, വലിയ പാടാണ്. ഇത്തവണ വലിയ പാടാണെന്ന് ഒരുപാട് നെഗറ്റീവ് പബ്ലിസിറ്റി. അതായത് സത്യമല്ല, സത്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് ചുമ്മാ മാധ്യമങ്ങൾ ചുമ്മാ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരുപാട് നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു. പാറപ്പുറം. ഓക്കെ. അല്ല, എനിക്ക് ഇത്തവണത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നമ്മൾ 100% ഉറപ്പുണ്ടായിരുന്നത് തുടർഭരണം കാര്യം 100% ഉറപ്പുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നെഗറ്റീവ് ഉണ്ടാകുന്നുണ്ടെങ്കിലും, അതായത് ഈ മാധ്യമങ്ങൾ പക്ക നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും ജനങ്ങൾ ഫുൾ സപ്പോർട്ടാണ്. ജനങ്ങളുടെ ഇടയിൽ പങ്കിടുന്നതായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ എന്ന് വെച്ചാൽ അതിനുശേഷം ഈ പറഞ്ഞ ഒരുപാട് ഈ പറഞ്ഞ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഈ പറഞ്ഞ